The chapter motion. മോഷൻ എന്നാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലേ, ചലനം. മോഷൻ മീൻസ് ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് ഒരു വസ്തുവിന് മൂവ്മെൻ്റ് ഉണ്ടെങ്കിൽ അതിന് മോഷൻ എന്ന് പറയും. ഒരു വസ്തു അനങ്ങാണ്ടിരിക്കുന്നെങ്കിൽ അതിന് റെസ്റ്റിൽ എന്നും വിളിക്കും അല്ലേ. അതിനൊരു ഡെഫിനിഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ഭൂമിക്ക് മുകളിലുള്ള ബിൽഡിംഗ് ആണല്ലേ, അത് റെസ്റ്റിലാണോ മോഷനിലാണോ? സത്യത്തിൽ എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? എന്താണ്? നമ്മുടെ ഭൂമിയിലുള്ള വസ്തുക്കളെല്ലാം റെസ്റ്റിലാണോ അതോ മോഷനിലാണോ? ഏർത്ത് അതിന് സണ്ണിന് ചുറ്റും റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. സണ്ണ് എന്ത് ചെയ്യുന്നുണ്ട്? റിവോൾവ് ചെയ്യുന്നതുകൊണ്ട് റൊട്ടേഷൻ നടക്കുന്നു. റൊട്ടേഷൻ മീൻസ് റൊട്ടേറ്റ് അബൌട്ട് ഇറ്റ്സ് ഓൺ ആക്സിസിന് ബോട്ട് ചെയ്തിട്ട് അതിന് റൊട്ടേഷൻ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഭൂമിയിലുള്ള വസ്തുക്കൾക്ക് എന്താ സംഭവിക്കുക? വിത്ത് റെസ്പെക്ട് ടു ദ സൺ എന്താണ്? മോഷനിലല്ലേ. നമ്മൾ ഭൂമിയിൽ ഒരു വസ്തുക്കളും റെസ്റ്റിലാണെന്ന് അല്ലെങ്കിൽ റെസ്റ്റിലാണെന്ന് പറയാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. എർത്ത് മൂവിങ് അറൗണ്ട് ദ സൺ, ദാറ്റ് ഈസ് റെവല്യൂഷൻ. ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നു അല്ലേ, ദാറ്റ് ഈസ് റെവല്യൂഷൻ. എർത്ത് റൊട്ടേറ്റ് അബൌട്ട് ഇറ്റ്സ് ആക്സിസ് ഈസ് റൊട്ടേഷൻ. സൂര്യൻ അതിൻ്റെ അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നു, അതിന് റൊട്ടേഷൻ എന്നാണ് വിളിക്കുക. ഓൾ ദ ഒബ്ജക്റ്റ് ഇൻ ദ യൂണിവേഴ്സ് ആർ ഇൻ മോഷൻ വിത്ത് റെസ്പെക്ട് ടു ദ സെൻറ്റർ ഓഫ് യൂണിവേഴ്സ്. ഈ യൂണിവേഴ്സിനൊരു സെൻറ്ററിന് അതിനെ കേന്ദ്രീകരിച്ച് ഭൂമിയിൽ ഈ ലോകത്തുള്ള എല്ലാ വസ്തുക്കളും അതിന് ചുറ്റും നിന്നുണ്ട്. സോ വി കനോട്ട് സ്റ്റേറ്റ് ദാറ്റ് ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് അറ്റ്ലീസ്റ്റ് ഫോർ എ സെക്കൻഡ്. ഒരു സെക്കൻഡ് പോലും റെസ്റ്റിലിരിക്കുന്ന ഒരു വസ്തുവിനെ നമുക്ക് സ്റ്റേറ്റ് ചെയ്യാൻ കഴിയില്ല. സ്പീഡ് ഓഫ് റൊട്ടേഷൻ ഓഫ് എർത്ത് ഈസ് 1667 km/h. 1667 കിലോമീറ്റർ ആണ് ഒരു മണിക്കൂറിൽ എന്ത് ഭൂമി സ്വന്തം അച്ചുതണ്ടിൽ ചുറ്റുന്ന സ്പീഡാണ് 1667. നമ്മുടെ ബൈക്കിനും സ്കൂട്ടറിലൊക്കെ ഉള്ള സ്പീഡ് എന്ന് പറയുന്നത്, കാറിലൊക്കെ ഉള്ള സ്പീഡ് ഏകദേശം 200-250 വരെയാണ് മാക്സിമം. അപ്പോഴേക്കും കാറിൻ്റെ വേഗത എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾ ഇമാജിൻ ചെയ്യുക. ദെൻ സ്പീഡ് ഓഫ് റെവല്യൂഷൻ ഓഫ് എർത്ത് ഈസ് 1,06,000 km/h. ഒരു മണിക്കൂറിൽ 1,06,000 കിലോമീറ്ററാണ് സൂര്യന് ചുറ്റും ഭൂമി കറങ്ങുന്നത് അല്ലേ. എത്രത്തോളം വേഗതയുണ്ട്? 1000 അല്ല, 2000 അല്ല, 1,00,000 ആണല്ലേ വരുന്നത്. അപ്പോൾ എത്രത്തോളം സ്പീഡാണ്? ദെൻ ഓൾ ദ ഒബ്ജക്റ്റ് ഓൺ ദ എർത്ത് ഈസ് മൂവിങ് ബിക്കോസ് ഓഫ് റൊട്ടേഷൻ ആൻഡ് റെവല്യൂഷൻ. റെവല്യൂഷനെ കൊണ്ടും റൊട്ടേഷനെ കൊണ്ടും എല്ലാ വസ്തുക്കളും മൂവിങ്ങിലാണെന്ന് പറയുന്നു. ദെൻ ഹൗ ക്യാൻ വി സ്റ്റേറ്റ് ദ സ്റ്റേറ്റ് ഓഫ് മോഷൻ ആൻഡ് ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്? നമ്മൾക്ക് എങ്ങനെയാണ് മോഷനെ സ്റ്റേറ്റ് ചെയ്യാൻ കഴിയുന്നത്? എങ്ങനെയാണ് റെസ്റ്റിലാണെന്ന്, ഒരു വസ്തു റെസ്റ്റിലാണെന്ന് എങ്ങനെയാണ് നമ്മൾ പറയുന്നത്? അതിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒരു വസ്തു മോഷനിലാണെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു വസ്തു റെസ്റ്റിലാണെന്ന് നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? നമ്മൾ ഫിസിക്സിൽ റെസ്റ്റിലിരിക്കുന്ന ഒരു വസ്തു എന്നില്ല, നമ്മൾ റിലേറ്റ് ചെയ്യാണ്. നമ്മൾ തൊട്ടടുത്തുള്ളൊരു വസ്തുവിനെ വെച്ചിട്ട് നമ്മൾ റിലേറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഫിസിക്സിലുള്ളത്. ഓക്കെ. ദർ ഈസ് എ കാർ ഓൺ ദ റോഡ്. ഒരു റോഡിൽ ഒരു കാറ് നിൽപ്പുണ്ട് അല്ലേ. കാറിന് ചാരിയിട്ട് ചെറിയ ചുവന്ന നിറത്തിലൊരു മതിൽ കൂടിയുണ്ട്. ആ കാറ് നമ്മൾ മൂവ് ചെയ്യാൻ തുടങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പ് നമ്മൾ അതെങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്? നമ്മൾ തൊട്ടടുത്തുള്ള മതിലിനെ അപേക്ഷിച്ച് വിത്ത് റെസ്പെക്ട് ടു ദ വാൾ ദ കാർ ഈസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലേ. ആ കാറ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എടുത്തൊരു ബോഡി ഇല്ലേ, റെഫറൻസ് ആയിട്ട് ഒരു ബോഡി എടുത്തു അല്ലേ. അങ്ങനെയാണ് നമ്മൾ മോഷനെ വിലയിരുത്തുന്നത്. നെക്സ്റ്റ് സിറ്റുവേഷൻ, എ പാസഞ്ചർ ഇൻ എ മൂവിങ് ബസ്. ഒരു മൂവിങ് ബസ്സിലുള്ള ഒരു പാസഞ്ചറിനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ ടേബിൾ നിങ്ങൾ കണ്ടോ? വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് ബസ് അയാൾ എന്തിലാണ്? അയാൾ റെസ്റ്റിലാണ് അല്ലേ. വിത്ത് റെസ്പെക്ട് ടു ദ റോഡ്, ആ റോഡിനെ ബേസ് ചെയ്തിട്ട് അയാൾ എന്തിലാണ്?
മൂവ്മെൻറ്റിലാണ്. ആ റോഡിനെ അപേക്ഷിച്ച് അയാൾ ആ ബസ്സിൽ ഇരുന്നു കൊണ്ട് അങ്ങനെ അയാളുടെ സ്ഥാനം മാറിക്കൊണ്ടിരിക്കുന്നു. സെയിം ദാറ്റ് നമ്മൾ വിത്ത് റെസ്പെക്റ്റ് റിലേറ്റ് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. ബാക്കിയുള്ള അതുപോലെ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യാം. നെക്സ്റ്റ്, വി ക്യാൻ സ്റ്റേറ്റ് വെദർ ആൻ ഒബ്ജക്റ്റ് ഈസ് ഇൻ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ മോഷൻ ഓൺലി വിത്ത് റെഫറൻസ് ടു അനദർ ബോഡി. മറ്റൊരു ബോഡിയെ നമ്മൾ റിലേറ്റ് ചെയ്തുകൊണ്ടാണ് ഒരു ബോഡി റെസ്റ്റിലാണോ മോഷനിലാണോ എന്ന് നമ്മൾ വിലയിരുത്തുന്നത്. റെഫറൻസ് ബോഡി ഈസ് ദ ഒബ്ജക്റ്റ് വിത്ത് റെസ്പെക്ട് ടു വിച്ച് ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ മോഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് ഈസ് ഡിസ്ക്രൈബ്ഡ്. റെഫറൻസ് ബോഡി എന്നാൽ ഒരു ഒബ്ജക്റ്റാണ്, ഒരു ബോഡിയാണ് അല്ലേ. മറ്റൊരു ബോഡിയുടെ മൂവ്മെൻറ്റിനെയും റെസ്റ്റിനെയും നമ്മൾ വിലയിരുത്താൻ വേണ്ടിയിട്ട്, ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ഒരു ബോഡിയാണ് റെഫറൻസ് ബോഡി. Distance and displacement. Distance and displacement. What do you mean by distance? Distance is the length of path traveled. ഒരാൾക്ക് സഞ്ചരിക്കാൻ ഒരു വഴി വേണം അല്ലേ. ആ വഴിയിലൂടെ സഞ്ചരിച്ചാൽ അയാൾക്ക് ഇത്ര ദൂരം സഞ്ചരിച്ചു എന്ന് നമ്മൾ പറയുന്നു. ദാറ്റ് ഈസ് ദ ഡിസ്റ്റൻസ്. And the displacement is the straight line distance from the initial position to the final position. It has both magnitude and the direction. Its unit is meter. ഡിസ്പ്ലേസ്മെൻറ്റ് എന്നാൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ആണ്. ഇനി നമ്മളതിനെ വിശദീകരിക്കുന്നു ഒരു പിക്ചറിലൂടെ. ഒബ്സർവ് ദ പിക്ചർ. ഈ പിക്ചറിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ പിക്ചറിനോട് സാമ്യമുണ്ട് അല്ലേ. ഹോം, ഹോസ്പിറ്റൽ, ഓഫീസ്, റേഷൻ ഷോപ്പ്. ഈസ്റ്റിലാണ് അയാളുടെ ഓഫീസ് ഉള്ളത്. ഹോം വരുന്നത് വെസ്റ്റിലാണ്. നോർത്തിലാണ് അയാളുടെ ഹോസ്പിറ്റൽ. സൗത്തിലാണ് റേഷൻ ഷോപ്പ്. ഇനി എന്നും രാവിലെ അയാൾ എന്ത് ചെയ്യുന്നു? വീട്ടിൽ നിന്ന് ഹോസ്പിറ്റൽ വഴിയാണ് അയാൾ ഓഫീസിലെത്തുന്നത്. ഹോസ്പിറ്റലിലേക്ക് അയാൾ ഓഫീസിലെത്തിയില്ലേ. ഏകദേശം ഹോമിൽ നിന്ന് ഹോസ്പിറ്റൽ അവിടെയുള്ള ഡിസ്റ്റൻസ് 600 മീറ്ററാണ്. ഹോസ്പിറ്റലിൽ നിന്ന് ഓഫീസിൽ ആ ഡിസ്റ്റൻസ് 300 മീറ്ററാണ് അല്ലേ. ടോട്ടൽ ലെങ്ത് അയാൾ ട്രാവൽ ചെയ്ത് 900 മീറ്ററാണ് അല്ലേ. ഡയറക്ഷൻ ഒന്നുമില്ല, അയാൾ ഓഫീസിലേക്ക് 900 മീറ്റർ കവർ ചെയ്ത് പോയി. ഇനി അയാൾക്ക് ഓഫീസിലേക്ക് എത്താൻ എങ്ങനെയും പോവാം അല്ലേ. ഹോമിൽ നിന്ന് ഹോസ്പിറ്റലിന് ബാക്ക് സൈഡിലൂടെ ഓഫീസിലേക്ക് എത്താം. അങ്ങനെ പല വഴികളിലൂടെയും പോകാം അല്ലേ. ഏത് വഴിയും അയാൾക്ക് പോയി ഏത് ഡയറക്ഷനിൽ പോയാലും അയാൾക്ക് ഓഫീസിലെത്താൻ പറ്റും. പക്ഷേ ഏറ്റവും ചെറിയ ഡിസ്റ്റൻസ് ഏതാണ്? അത് ഈ നേർരേഖയിലെ സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ആണല്ലേ. 480 മീറ്ററുള്ള ഈ സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ആണ് അല്ലേ. അത് ഈസ്റ്റ് ഡയറക്ഷനിലേക്കാണ്. അയാൾ പോയാൽ അയാൾക്ക് പെട്ടെന്ന് എത്താൻ കഴിയും. ഇനി വൈകുന്നേരം അയാൾ എന്ത് ചെയ്തു? ഓഫീസിൽ നിന്ന് റേഷൻ ഷോപ്പ് വഴി വീട്ടിലെത്തി. ഏകദേശം 660 മീറ്ററാണ് ഓഫീസിൽ നിന്ന് റേഷൻ ഷോപ്പിലേക്കും റേഷൻ ഷോപ്പിൽ നിന്ന് 420 മീറ്ററാണ് വീട്ടിലേക്കുള്ള ദൂരം അല്ലേ. അപ്പോൾ അയാൾ സഞ്ചരിച്ച ടോട്ടൽ ലെങ്ത് എത്ര ആയിരിക്കും വരിക? അയാൾക്ക് ടോട്ടൽ ലെങ്ത് എത്രയായിരിക്കും വരിക? ഇത് 4ഉം കൂടി കൂട്ടിയതാണല്ലേ. ഇവിടെ അയാൾ ടോട്ടൽ എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്തു? ദാറ്റ് ഈസ് ഹോമിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് 600 മീറ്റർ. അങ്ങനെ ഫുൾ റൗണ്ട് ചെയ്തു 600 + 300 + 660 + 420 ദാറ്റ് ഈസ് ഈക്വൽ ടു 1980 മീറ്ററാണ് അയാൾ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തത് അല്ലേ. അയാൾക്ക് വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് എത്താൻ ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഏതായിരുന്നു? ദാറ്റ് ഈസ് ദ സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് അല്ലേ. 480 മീറ്ററുള്ള സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ആയിരുന്നു അയാൾക്ക് ഏറ്റവും പോകാൻ പറ്റിയത് അല്ലേ. അത് ഏത് ഡയറക്ഷനിലാണ്? അത് ഈസ്റ്റ് ഡയറക്ഷനിൽ 480 മീറ്റർ സഞ്ചരിച്ചാൽ മാത്രമേ അയാൾ ട്രാവൽ ചെയ്താൽ മാത്രമേ അയാൾക്ക് ഓഫീസിലെത്താൻ കഴിയുള്ളൂ അല്ലേ. ഇനി ഡിസ്റ്റൻസ് എന്ന് പറയും. ഡിസ്റ്റൻസിന് നമുക്ക് എങ്ങനെ പോയാലും ഓഫീസിലെത്താം അല്ലേ. അയാൾ ഇനി വെസ്റ്റ് ഡയറക്ഷനിൽ അയാളുടെ ഓഫീസിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ സഞ്ചരിച്ചാലും അയാൾക്ക്
വീടിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലൊക്കെ സഞ്ചരിച്ചാൽ അയാളുടെ ഓഫീസിലെത്താൻ കഴിയും. അത് ഡയറക്ഷൻ ഇല്ല, എങ്ങോട്ട് വേണമെങ്കിലും പോവാം. ഭൂമി ഉരുണ്ടിട്ടല്ലേ എന്ന് പറഞ്ഞ പോലെ എങ്ങനെയും പോയാലും ഓഫീസിലെത്താൻ കഴിയും, ഏത് ഡയറക്ഷനിൽ പോയാലും അല്ലേ. പക്ഷേ ഏറ്റവും കുറഞ്ഞ ഡിസ്റ്റൻസിൽ അയാൾക്ക് ഓഫീസിലെത്തണമെന്നുണ്ടെങ്കിൽ ദാറ്റ് സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് പോയാലേ അയാൾക്ക് കഴിയുള്ളൂ. ദാറ്റ് ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ്. ഈസ്റ്റ് ഡയറക്ഷനിൽ പോയാൽ 480 മീറ്റർ പോയാൽ അയാൾക്ക് എവിടെ എത്തും? അയാളുടെ ഓഫീസിലെത്തും. ദാറ്റ് ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ്. ഇറ്റ് ഈസ് ദ സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ്. ഇറ്റ് ഹാസ് ഡയറക്ഷൻ ഓൾസോ. യെസ്, ഡിസ്റ്റൻസ് ഈസ് ദ ലെങ്ത് ഓഫ് പാത്ത് ട്രാവൽഡ്. നമ്മൾ കണ്ടെത്തിയില്ലേ, റൗണ്ടിലുള്ള പാത്തായിരുന്നു. ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ദ സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ്. അതൊരു സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ആയിരുന്നു ഫ്രം ദ ഇനീഷ്യൽ പൊസിഷൻ ടു ദ ഫൈനൽ പൊസിഷൻ. ഇനീഷ്യൽ പൊസിഷനിലും ഫൈനൽ പൊസിഷനിലേക്കുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ആണ് അല്ലേ. ഇറ്റ് ഹാസ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. നമ്മൾ പറഞ്ഞു ഈസ്റ്റിലേക്കാണ്, അപ്പോൾ ആ ഒരു ഡയറക്ഷൻ മസ്റ്റാണ് അല്ലേ. മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, 480 ആണ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്, 480 മീറ്റർ ആണ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്. ഡയറക്ഷൻ എന്താണ്? ഈസ്റ്റ് ആണ്. ഇറ്റ്സ് യൂണിറ്റ് ഈസ് മീറ്റർ. മീറ്റർ ആണ് അതിൻ്റെ യൂണിറ്റ്. ദ ക്വാണ്ടിറ്റി ബൈ വിച്ച് ഹാവ് ഓൺലി മാഗ്നിറ്റ്യൂഡ് ഈസ് സ്കേലാർ ക്വാണ്ടിറ്റി. സ്കേലാർ ക്വാണ്ടിറ്റി എന്നാൽ മാഗ്നിറ്റ്യൂഡ് മാത്രമുള്ള ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ സ്കേലാർ ക്വാണ്ടിറ്റി എന്ന് വിളിക്കുക. എന്താണ് മാഗ്നിറ്റ്യൂഡ്? മാഗ്നിറ്റ്യൂഡ് എന്നാൽ നമ്പേഴ്സാണ്. ദാറ്റ് ഈസ് 480 മീറ്റർ. ക്വാണ്ടിറ്റി എന്നാൽ അത് ഡിസ്റ്റൻസ് ആകാം, ഡിസ്പ്ലേസ്മെൻ്റ് ആകാം, അങ്ങനെ പലതും ആകാം അല്ലേ. അളക്കാൻ പറ്റുന്ന ഏതും ക്വാണ്ടിറ്റീസാണ്. അപ്പോൾ അതിന് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളെങ്കിൽ അതിന് നമ്പേഴ്സ് മാത്രമേ വാല്യൂ ഉള്ളൂ, അതിന് ഡയറക്ഷൻ ഇല്ല എന്നാണ്. The quantity by which both magnitude and direction is vector quantity. മാഗ്നിറ്റ്യൂഡും ഉണ്ട്, ഡയറക്ഷനും പറയണം അല്ലേ. ഇപ്പോൾ നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ കേസിൽ എങ്ങനെയാണ്? ഈസ്റ്റിലേക്ക് പോയാൽ മാത്രമേ അയാളുടെ ഓഫീസിലേക്ക് എത്താൻ പറ്റുള്ളൂ. ദാറ്റ് ഈസ് സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് അവിടെയാണ് കിടക്കുന്നുള്ളത്. അപ്പോൾ ആ ഡിസ്റ്റൻസിലൂടെ മാത്രം പോയാൽ മാത്രമേ അവിടെ ഓഫീസിലെത്തുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ ഡിസ്പ്ലേസ്മെൻറ്റ് അങ്ങനെ പറയാൻ കാരണം. സോ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. ഡിസ്പ്ലേസ്മെൻറ്റ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ബിക്കോസ് ഇറ്റ് ഹാസ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. വെൻ എ ബോഡി ട്രാവൽ along a straight line in the same direction, the magnitude of distance and displacement will be equal. ഡിസ്റ്റൻസ് ഒരു സ്ട്രെയിറ്റ് ലൈനാണ്, ഒരു സ്ട്രെയിറ്റ് റോഡിലൂടെയാണ് നമ്മൾ പോകുന്നതെങ്കിൽ, സെയിം ഡയറക്ഷനിലൂടെയാണ് പോകുന്നതെങ്കിൽ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. മാഗ്നിറ്റ്യൂഡും ഈക്വൽ ആയിരിക്കും, ഡയറക്ഷനും ഈക്വൽ ആയിരിക്കും. ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. ഡിസ്പ്ലേസ്മെൻറ്റ് എന്നത് ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് ആണ്. ഇറ്റ്സ് സിമ്പിൾ ഈസ് എസ്. മാഗ്നിറ്റ്യൂഡ് ഈസ് ദ മാത്തമാറ്റിക്കൽ നമ്പർ. മാഗ്നിറ്റ്യൂഡ് എന്നാൽ ഒരു മാത്തമാറ്റിക്കൽ നമ്പറാണ്. ആ നമ്പറിനെയാണ് നമ്മൾ, നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിറ്റുള്ള നമ്പറായിരിക്കും. ഡയറക്ഷൻ ലെഫ്റ്റ്, റൈറ്റ്, നോർത്ത് ഡയറക്ഷനാണ് അവിടെ പറയുന്നത്. ഓക്കെ, ശരിക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കൂ. ഡയറക്ഷൻ ആണല്ലേ, നമ്മൾ കണ്ടില്ലേ, നോർത്ത്, സൗത്ത്, വെസ്റ്റൊക്കെ ഡയറക്ഷൻ കണ്ടില്ലേ. ഓക്കെ, സ്പീഡ് ആൻഡ് വെലോസിറ്റി. സ്പീഡ് ആൻഡ് വെലോസിറ്റി എന്താണ്? യെസ്, ദാറ്റ് ഈസ് സ്പീഡ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽ ഇൻ യൂണിറ്റ് ടൈം. യൂണിറ്റ് സമയം കൊണ്ട് സഞ്ചരിച്ച ഡിസ്റ്റൻസിനെയാണ് സ്പീഡ് എന്ന് വിളിക്കുക അല്ലേ. എന്താണ് അർത്ഥമാക്കുന്നത്? നമ്മൾ ചെമ്മാട്ടേക്ക് പോവുകയാണ്. ചെമ്മാട്ടേക്ക് പോകാൻ ഏകദേശം ഒരു 15 മിനിറ്റ് മതി ബസ്സിനൊക്കെ. ബൈക്കിനാണെങ്കിൽ ഒരു 10 മിനിറ്റ് അല്ലേ. 3 കിലോമീറ്റർ നമുക്ക് 10 മിനിറ്റ് കൊണ്ട് എത്താൻ കഴിയും. ദാറ്റ് ഈസ് സ്പീഡ്. എന്താണ് അവിടെ? സ്പീഡ് ഈസ് ഈക്വൽ ടു ചെമ്മാട്ടേക്കുള്ള ദൂരം 3 കിലോമീറ്റർ ഡിവൈഡ് ബൈ 10 മിനിറ്റ്സ് അല്ലേ. അതിനെ നമ്മൾ ഏതെങ്കിലും ഒന്നിലേക്കാക്കിയിട്ട് മാറ്റണം, സെക്കൻഡിലേക്കാക്കി മാറ്റണം. ഓക്കെ, കിലോമീറ്ററിനെ മീറ്ററിലേക്കും ആക്കി മാറ്റണം. സോ ദാറ്റ് 3000 ഡിവൈഡഡ് ബൈ 10 മിനിറ്റ് ആകുമ്പോൾ 10 × 60 600 അല്ലേ.
3000 divided by 6000 അല്ലേ, സോറി 600, that is equal to 30 divided by 6, that is equal to 5 meter per second വേഗതയിലാണ്. Then equation of speed is equal to distance divided by time. Distance divided by time ആണ് അതിൻ്റെ ഇക്വേഷൻ. The units are meter per second and kilometer per hour. നമ്മൾ നോർമൽ സ്പീഡോമീറ്ററൊക്കെ കാണാൻ കഴിയും കിലോമീറ്റർ പെർ ഹവർ ആയിരിക്കും അല്ലേ. എത്ര വേഗതയിലാണ് ആ വണ്ടി സഞ്ചരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ആ വണ്ടിയുടെ സ്പീഡോമീറ്റർ നോക്കാൻ കഴിയും. സ്പീഡ് ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റി. സ്പീഡ് ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. വെലോസിറ്റി ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ യൂണിറ്റ് ഓഫ് ടൈം. ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡ് ബൈ ടൈം ആണ് എന്ത്, വെലോസിറ്റി. ഇക്വേഷൻ ഓഫ് വെലോസിറ്റി ഈസ് വെലോസിറ്റിയുടെ സിമ്പിൾ സ്മോൾ ലെറ്റർ വി ആണ്. വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡ് ബൈ ടൈം. ദെൻ വി ഈസ് ഈക്വൽ ടു എസ് ഡിവൈഡ് ബൈ ടി. The unit of velocity is meter per second. Meter per second ആണ് വെലോസിറ്റിയുടെ യൂണിറ്റ്. And also velocity is a vector quantity. യെസ്, ഇവിടെ ഒന്ന് ശ്രദ്ധിക്കൂ. ഒരു ബോട്ടിൻ്റെ മൂവ്മെൻ്റ് ആണല്ലോ ഇവിടെ കാണിക്കുന്നത്. ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കൂ. എയിൽ നിന്ന് ബിയിലേക്ക് പോയി ഒരു 40 മീറ്റർ 4 സെക്കൻഡ് കൊണ്ട്. ബിയിൽ നിന്ന് സിയിലേക്ക് പോയി അല്ലേ, ദാറ്റ് ഈസ് 60 മീറ്റർ സഞ്ചരിച്ചു 6 സെക്കൻഡ് കൊണ്ടാണ് അല്ലേ. ഇനി അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്, ദാറ്റ് ഈസ് എ സി. ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് എ സി, ദാറ്റ് ഈസ് 50 മീറ്റർ ആണ്. ബട്ട് the distance is a b plus b plus c, that is 40 plus 60 അല്ലേ. ടോട്ടൽ ടൈം എത്രയാണ്, 10 സെക്കൻഡ് ആണ് വരുന്നത് അല്ലേ. സോ ദ സ്പീഡ് ഓഫ് ദ ബോട്ട് ഈസ് 100 ഡിവൈഡ് ബൈ 10 സെക്കൻഡ് അല്ലേ. 100 മീറ്റർ ഡിവൈഡ് ബൈ 10 സെക്കൻഡ്, ദാറ്റ് ഈസ് 10 മീറ്റർ പെർ സെക്കൻഡ്. സെക്കൻഡിൽ 10 മീറ്റർ സഞ്ചരിക്കും ആര്, ഈ ബോട്ടിലെ. പക്ഷേ അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്, എ സി ഡിവൈഡഡ് ബൈ നമ്മൾ ടൈം എടുക്കുന്നത് ഈ നോർമൽ ഡിസ്റ്റൻസ് പാത്തിലുള്ള ആ ടൈമാണ്. ദാറ്റ് ഈസ് 4 സെക്കൻഡ് പ്ലസ് 6 സെക്കൻഡ്, ദാറ്റ് ഈസ് 10 സെക്കൻഡ്. ദാറ്റ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഈസ് ഈക്വൽ ടു 50 ഡിവൈഡഡ് ബൈ 10. ദാറ്റ് ഈസ് ദ വെലോസിറ്റി ഈസ് 5 മീറ്റർ പെർ സെക്കൻഡ് എന്നാണ്. സ്പീഡും വെലോസിറ്റിയും നമ്മൾ പറയുന്നത് എന്താണ്, സെക്കൻഡിൽ എത്ര മീറ്റർ സഞ്ചരിച്ചു എന്നുള്ളതാണ് വെലോസിറ്റിയും സ്പീഡും. സെക്കൻഡിൽ എത്ര മീറ്റർ. സ്പീഡ് ആൻഡ് വെലോസിറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. ഇനി ഇവിടെ പറയുന്നത് എന്താണ്, സെക്കൻഡിൽ എത്ര മീറ്റർ സഞ്ചരിച്ചു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. കിലോമീറ്റർ പെർ ഹവർ ആണെങ്കിൽ ഒരു ഹവറിൽ എത്ര കിലോമീറ്റർ സഞ്ചരിച്ചു എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞിട്ടുള്ള ഇതിൻ്റെ ഫിഗറാണ്, ബോട്ടിൻ്റെ ഫിഗർ. വൈൽ കാൽക്കുലേറ്റിംഗ് ദ വെലോസിറ്റി, ദ സ്ട്രേറ്റ് ലൈൻ ഡിസ്റ്റൻസ് ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ്. ആ സ്ട്രേറ്റ് ലൈൻ ഡിസ്റ്റൻസ് ആണ് എന്ത്, ഡിസ്പ്ലേസ്മെൻറ്റ് എ സി. ദ ടൈം ടേക്കൺ ടു കവർ ദ ആക്ച്വൽ ഡിസ്റ്റൻസ് ഷുഡ് ബി യൂസ്ഡ് ഫോർ ദ കാൽക്കുലേഷൻ. നമ്മൾ ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ എടുത്തുള്ള സമയമാണ് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എടുക്കേണ്ടത്. ദാറ്റ് ഈസ് 6x + 4s, ദാറ്റ് ഈസ് ഈക്വൽ ടു 10 സെക്കൻഡ്. 10 സെക്കൻഡിൽ നമ്മൾ എടുക്കുക. ഇനി നെക്സ്റ്റ് ടോപ്പിക്, നോട്ടിക്കൽ മൈൽ ഈസ് ദ യൂണിറ്റ് ഫോർ മെഷറിംഗ് ദ ഡിസ്റ്റൻസ് ഇൻ ദ ഫീൽഡ് ഓഫ് ഏവിയേഷൻ ആൻഡ് സീ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ദ യൂണിറ്റ് ഓഫ് സ്പീഡ് ഈസ് നോട്ട്. നമ്മൾ നോട്ടിക്കൽ മൈൽ എന്ന് പറയുന്നത് ഏവിയേഷൻ, എയ്റോപ്ലെയിനിലും കപ്പലിനൊക്കെ യൂസ് ചെയ്യുന്ന ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്ന ആ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നതിനെയാണ് നോട്ടിക്കൽ മൈൽ എന്ന് വിളിക്കുക. അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് നോട്ടാണ്. 1 നോട്ടിക്കൽ മൈൽ ഈസ് ഈക്വൽ ടു 1.852 കിലോമീറ്റർ. 1 നോട്ട് എന്ന് നമ്മൾ കണക്കാക്കുന്നത് അത്രയും സമയം, 1 മണിക്കൂർ കൊണ്ട് 1 നോട്ടിക്കൽ മൈൽ കവർ ചെയ്യുക എന്നതാണ് 1 നോട്ട് എന്ന് പറയുന്നത്. അഥവാ 1 മണിക്കൂർ കൊണ്ട്
1.852 കിലോമീറ്റർ കവർ ചെയ്യുക. ദാറ്റ് ഈസ് 1 knot. യൂണിഫോം സ്പീഡ് ആൻഡ് നോൺ യൂണിഫോം സ്പീഡ്. A body in motion covers equal distance in equal interval of time. The body is said to have uniform speed. നമ്മൾ ഒരു 10 സെക്കൻഡിൽ ഒരു ബോഡിയുടെ മൂവ്മെൻറ്റ് എടുക്കാം, ഒരു എയറോപ്ലെയിൻ്റെ മൂവ്മെൻറ്റ് എടുക്കാം. ആ മൂവ്മെൻറ്റിൽ ഫസ്റ്റ് സെക്കൻഡ് കൊണ്ട് ഒരു 10 മീറ്റർ സഞ്ചരിച്ചു എന്ന് വിചാരിക്കാം. നെക്സ്റ്റ് 1 സെക്കൻഡ് കൊണ്ട് 10 മീറ്റർ സഞ്ചരിച്ചു. അങ്ങനെ ഓരോ സെക്കൻഡ് കൂടുന്തോറും ഓരോ 10 മീറ്റർ ഇങ്ങനെ കവർ ചെയ്യും. ദാറ്റ് മീൻസ് ഫസ്റ്റ് സെക്കൻഡിൽ 10 ആണെങ്കിൽ രണ്ടാമത്തെ സെക്കൻഡിൽ 20 മീറ്ററിനപ്പുറം ആയിരിക്കും, മൂന്നാമത്തെ സെക്കൻഡിൽ 30 മീറ്റർ അപ്പുറം ആയിരിക്കും, നാലാമത്തെ സെക്കൻഡിൽ 40 മീറ്റർ അപ്പുറം ആയിരിക്കും. ദാറ്റ് ഈസ് യൂണിഫോം സ്പീഡ് എന്നാണ് പറയുന്നത്. എ ബോഡി ഇൻ മോഷൻ കവേഴ്സ് അൺഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈം. ദ ബോഡി ഈസ് സെഡ് ടു ഹാവ് നോൺ യൂണിഫോം സ്പീഡ്. ഒരു ബോഡി 1 സെക്കൻഡ് കൊണ്ട് ആദ്യം ഒരു 10 മീറ്റർ സഞ്ചരിച്ചു എന്ന് വിചാരിക്കാം. പിന്നെ എന്ത് ചെയ്തു, ആ വണ്ടി സ്ലോ ആക്കി. ദാറ്റ്സ് 5 മീറ്റർ പിന്നത്തെ സെക്കൻഡിൽ. അപ്പോൾ 5 മീറ്റർ. അപ്പോൾ വണ്ടിയുടെ വേഗത കുറഞ്ഞു. വീണ്ടും വണ്ടിയുടെ വേഗത കൂട്ടി എന്ന് വിചാരിക്കുക. പിന്നെയും 10 മീറ്ററിലേക്ക് മാറി. അങ്ങനെയെങ്കിൽ എന്തായിരിക്കും വരിക? ദാറ്റ് ഈസ് നോൺ യൂണിഫോം ആയിരിക്കും വരിക. ഒരു കറക്റ്റ് ആയിട്ടുണ്ടാവില്ല. വണ്ടിയുടെ പുറത്ത് നോക്കുകയാണെങ്കിൽ വേഗത കൂടിയിട്ട് പോവും, വേഗത കുറഞ്ഞിട്ട് പോവും. അങ്ങനെ കൂടി കുറഞ്ഞ് എന്നുള്ള രീതിയിലായിരിക്കും പോവുക. ദെൻ നമ്മളിവിടെ യൂണിഫോം സ്പീഡ് ആൻഡ് വെലോസിറ്റിയെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത് അല്ലേ. ഒരു റെഫറൻസ് ബോഡി ഒരു പ്ലെയിൻ കടന്നു പോകുന്നു അല്ലേ. നമ്മൾ ഒരു ബോഡിയുടെ മൂവ്മെൻറ്റ് അളക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ അത്യാവശ്യമാണെന്ന് പറഞ്ഞു? റെഫറൻസ് ബോഡി അത്യാവശ്യമാണെന്ന് പറഞ്ഞു അല്ലേ. ഇനി ഈ പ്ലെയിൻ റെഫറൻസ് ബോഡിയുടെ അവിടെ 0 അല്ലേ, 0 മീറ്ററാണ്, 0 സെക്കൻഡാണ്. ഇനി 2 സെക്കൻഡ് ഇൻ്റർവെല്ലിൽ എത്ര വന്നു? 20 മീറ്റർ വന്നു അല്ലേ. ആ പ്ലെയിന് സെയിം സ്പീഡാണ് കവർ ചെയ്യുന്നത്. 0 കഴിഞ്ഞിട്ട് 20 മീറ്റർ, നെക്സ്റ്റ് ഒരു 20 മീറ്റർ കൂടി അല്ലേ. 4 സെക്കൻഡിൽ 40 മീറ്റർ വന്നു. നെക്സ്റ്റ് 6 സെക്കൻഡ് കൊണ്ട് 60 മീറ്ററിൽ ദൂരത്തിലെത്തി. നെക്സ്റ്റ് എന്ത് ചെയ്തു? 8 സെക്കൻഡിൽ 80 മീറ്റർ വന്നു. ഓരോ 2 സെക്കൻഡിലും 20 മീറ്റർ അങ്ങനെ കൂടി പോകുന്നു അല്ലേ. ഇപ്പോൾ എന്ത് ചെയ്തു? 10 സെക്കൻഡിൽ 100 മീറ്റർ കവർ ചെയ്തു. ഓരോ സെക്കൻഡിലും 10 മീറ്റർ വീതം അങ്ങനെ ഓരോ സെക്കൻഡിൽ അങ്ങനെ 10 മീറ്റർ വീതം അങ്ങനെ കൂടി പോകുന്നു. ദാറ്റ് ഈസ് യൂണിഫോം സ്പീഡ്. ഇനി ഇതൊരു അലോങ് സ്ട്രെയിറ്റ് ലൈൻ ആയതുകൊണ്ട് എന്താണ് ഇത്? യൂണിഫോം വെലോസിറ്റി എന്ന് കൂടി നമുക്ക് പറയാം. ഈ പ്ലെയിൻ ഒരു സ്ട്രെയിറ്റ് ലൈനിലൂടെയാണ് പോകുന്നത്. അഥവാ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്? സ്ട്രെയിറ്റ് ലൈനാണ്. സോ ഈ ഡിസ്റ്റൻസ് സ്ട്രെയിറ്റ് ആയതുകൊണ്ട് അതിനെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് കൂടി വിളിക്കാം. ഇനി ഓരോ സെക്കൻഡിലും കൂടുന്നതിനനുസരിച്ച് ഒരു യൂണിഫോം ആയിട്ടാണ് പോകുന്നത് അല്ലേ. ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും ഏകദേശം സെയിം ആയിരിക്കും ഒരു സ്ട്രെയിറ്റ് ലൈനിൽ അല്ലേ. ആൻഡ് ഓൾസോ സ്പീഡ് ആൻഡ് വെലോസിറ്റി ഓൾസോ സെയിം ആയിരിക്കും. ഇനി ഇതൊരു റോഡിലൂടെ പോകുന്ന ഒരു കാറായിരുന്നെങ്കിൽ എങ്ങനെയായിരുന്നു? വളഞ്ഞ റോഡിലൂടെ പോകുന്ന, അപ്പോൾ എന്തായിരിക്കും? സ്പീഡും വെലോസിറ്റിയും ഡിഫറെൻ്റ് ആയിരിക്കും. ഇത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ ഒരു സ്ട്രെയിറ്റ് ലൈനിലാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ സ്പീഡ് എന്താണ്? ദാറ്റ് ഈസ് ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം. ദാറ്റ് ഈസ് 20 മീറ്റർ ഡിവൈഡ് ബൈ 2 സെക്കൻഡ് ഈസ് ഈക്വൽ ടു 10 മീറ്റർ പെർ സെക്കൻഡ്. സെക്കൻഡിൽ 10 മീറ്റർ സഞ്ചരിക്കും. നെക്സ്റ്റ് എന്താണ്? നമ്മൾ പറഞ്ഞു സ്പീഡോമീറ്റർ ഓഫ് എ വെഹിക്കിൾ ഡിസ്പ്ലേ ഡിഫറെൻറ്റ് സ്പീഡ് അറ്റ് ഡിഫറെൻറ്റ് ടൈംസ്. ഡിഫറെൻറ്റ് സമയത്തിലുള്ള ഡിഫറെൻറ്റ് സ്പീഡ് കാണിക്കുന്നതാണ്. ഓരോ സമയത്തുള്ള ഓരോ സ്പീഡായിരിക്കും കാണിക്കുക. വണ്ടി സ്പീഡിൽ പോവുകയാണെങ്കിൽ വളരെ കൂടുതലായിരിക്കും കുറഞ്ഞ സ്പീഡിൽ പോവുകയാണെങ്കിൽ 10, 20, 30 കാണിക്കുന്നുണ്ടാവുള്ളൂ. ദാറ്റ് ഈസ് ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഡിവൈഡ് ബൈ ടൈം ടേക്കൺ ടു ട്രാവൽ ദ ഡിസ്റ്റൻസ്. നമ്മൾ ചമ്മാട്ടേക്ക് 3 കിലോമീറ്റർ എന്ന് പറഞ്ഞു. ദാറ്റ് ഈസ് 3000 മീറ്റർ. അങ്ങോട്ടേക്ക് എടുക്കുന്ന ടൈം 10 മിനിറ്റ്സ് ആണെന്ന് പറഞ്ഞു. സോ 3000 മീറ്റർ ഡിവൈഡ് ബൈ 60 × 10,
that is equal to 3000 divided by 600, that is equal to 5 meter per second. Next,